കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്. പപ്പായ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാം ഉണ്ടാക്കാം. ഇത് എന്ത് ഭംഗിയായി ഈ പപ്പായ കാണാനല്ലേ. ഈ പപ്പായയുടെ 4/1 പങ്കാണ് ഞാൻ എടുക്കുന്നത്. ഒരു ബൗൾ പഞ്ചസാര, ഒരു നാരങ്ങ എന്നിവ എടുത്തത്. ആ പപ്പായ നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ചെറുതായി മുറിച്ചെടുത്ത പപ്പായ കഷ്ണങ്ങൾ ജാറിലേക്ക് മാറ്റി നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരച്ചു വെച്ച പപ്പായ ഒഴിക്കാം. പപ്പായ നല്ലതുപോലെ തിളച്ച് വരണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പപ്പായേൻ്റെ വെള്ളം കുറച്ച് മാറേണ്ടതുണ്ട്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇങ്ങനെ നന്നായി ഒന്ന് പപ്പായ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. ഈ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വരണം. ഞാനിവിടെ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. ഇത് പപ്പായയുടെ കളർ തന്നെയാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ചേർത്തതാണ് കറക്റ്റ് അളവ്. നല്ല ഇനിപ്പുണ്ടായിരുന്നു. പപ്പായ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് ഇങ്ങനെ ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പട്ട ഇടുകയാണ്. ആ പട്ടയുടെ മണവും ടേസ്റ്റും എല്ലാം അതിലേക്ക് വരാനാണ്. അതുമല്ല, പട്ട ഇടുമ്പോഴത്തേക്ക് ഈ പപ്പായയുടെ ഒരു ചെവ തന്നെ മാറും. ഇത് പപ്പായ ജാമാണെന്ന് അറിയേയില്ല. ആ പട്ടയും ഇതിൽ കിടന്ന് നല്ലതുപോലെ വേവേണ്ടതുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ എടുത്തു വെച്ചു. ആ നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇവിടെ ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഈ നാരങ്ങയും ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി ചെറുതായി ഒന്ന് വറ്റി വരണം. വറ്റി വരുമ്പോഴത്തേക്ക് പപ്പായ ജാം ഇവിടെ തയ്യാറാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പാകം അറിയുന്നത് നന്നായി ഒന്ന് വറ്റി വന്നതിന് ശേഷം ഈ സ്പൂണിൽ നിന്ന് അത് ഇങ്ങനെ ഒറ്റ വിട്ടു വരണം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത് ജാം ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ തന്നെ ജാം ചെറുതായി ഒന്ന് കട്ടി പിടിച്ചു. ഇനി ഇത് നല്ലതുപോലെ തണുക്കുമ്പോഴത്തേക്ക് ജാമിൻ്റെ പാകത്തിന് നല്ല കട്ടിയായിട്ട് വരും. ഇവിടെ പപ്പായ ജാം തയ്യാറാണ്. ഈ ജാം ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇവിടെ മക്കൾ ദോശയുടെ കൂടെ കഴിച്ച് മക്കൾക്ക് നല്ല ഇഷ്ടമായി. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.